Hi everyone, I'm Fida. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. സോ നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് നമ്മൾ ഉറങ്ങുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നിങ്ങൾ വിചാരിക്കും അതൊന്നും അങ്ങനെ നമ്മൾ എക്സാമിന് അത്ര ബാധിക്കില്ല എന്നൊക്കെ. പിന്നെ വേറെ കാര്യം, നമ്മൾ ഈ സ്ട്രെസ് അടിച്ച് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ പോർഷൻസൊക്കെ ഇനി എന്തൊക്കെ നോക്കണം എന്നൊക്കെ ഉള്ളത്, ഇനി റിവൈസ് ചെയ്യണം എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ഉറക്കത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ വിചാരിക്കുക നമ്മുടെ നീറ്റ് എക്സാം അല്ലേ വലുത്, നമുക്ക് എക്സാം എഴുതുന്നത് ഒരൊറ്റ ടൈമുള്ള എക്സാം അല്ലേ, അതല്ലേ വലുത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഉറക്കത്തിന് അവിടെ സാക്രിഫൈസ് ചെയ്തിട്ട് പഠിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരും. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ എക്സാമിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുമ്പം. നമ്മൾ ഉറങ്ങാതെ പോയാൽ നമുക്ക് തലവേദന വരും, നമുക്ക് വയ്യായിക വരും, നമ്മൾ പഠിച്ചത് ഓർമ്മ പോലും ഉണ്ടാവില്ല തലേന്ന്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു റുട്ടീനിന്ന് നമ്മൾ പെട്ടെന്ന് മാറി വേറൊരു സംഭവം ചെയ്താൽ തന്നെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ നീറ്റിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നീറ്റിന് എത്രമാത്രം ബാധിക്കുന്നു. അപ്പം നീറ്റ് എക്സാം നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിൽ മാത്രമല്ല ഇമ്പോർട്ടൻസ്, നമ്മളത് എഴുതുന്നത് എന്താണെന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എഫിഷ്യൻ്റായിട്ട് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്ത് അവിടെ ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ സ്മാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം, എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എത്രമാത്രം നമ്മൾ ഉറങ്ങണം നീറ്റിൻ്റെ തലേന്ന്, അതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനിത് നിങ്ങളുടെ അടുത്ത് ഈ ഉറക്കത്തിനെ പറ്റി ഞാൻ 4 പോയിൻ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ 8 to 10 hours ഉറങ്ങണം. നമ്മൾ പൊതുവേ ഒരു 6 മണിക്കൂർ ഉറങ്ങുന്ന ആളോ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങുന്ന ആളോ ആണെങ്കിൽ നിങ്ങളൊരു 8-9 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം നീറ്റിൻ്റെ തലേന്ന്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ റെസ്റ്റ് വേണം. കാരണം നമ്മൾ കൂടുതൽ സ്ട്രെസ് അടിക്കുന്നുണ്ട്, നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നുണ്ട്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിന് കുറച്ചും കൂടെ ഒരു ടെൻഷൻ തിന്നാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ എനർജി വേണം. നമ്മൾ ഉറങ്ങുന്നതോളം നമുക്ക് എനർജി കിട്ടുക ചെയ്യുക. അപ്പം നമ്മൾ കൂടുതൽ സമയം പ്രിഫർ ചെയ്യണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം 8 to 10 hours എന്തായാലും ഉറങ്ങണം ഒരാൾ. അത് എങ്ങനത്തെ ആളാണെങ്കിലും 8 to 10 hours ഉറങ്ങാൻ നോക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങി രാവിലെ വേഗണിക്കുക, അല്ലെങ്കിൽ നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഒരു 10 o'clock to 6 o'clock വരെയൊക്കെ ആവാം. അപ്പം അങ്ങനത്തെ രീതിയിൽ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയാൽ മതി. ഓക്കെ, അതൊന്നാമത്തെ കാര്യം, അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിടക്കാൻ വിചാരിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ നമ്മൾ കിടക്കണം. അതായത് 10 മണിക്ക് കിടക്കാൻ വിചാരിച്ചു വെച്ചു, അപ്പോൾ നമ്മളൊരു 9 മണിക്ക് തന്നെ കിടക്കാൻ ശ്രമിക്കുക. കാര്യം എന്താ വെച്ചാൽ നീറ്റിൻ്റെ തലേന്ന് നമുക്ക് എന്തായാലും ഉറക്കം വരാൻ പോകുന്നില്ല. ഇനിയിപ്പം നമുക്ക് ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവും, നാളെ എങ്ങനെ ഇരിക്കും, ഭയങ്കര ആങ്സൈറ്റി ഒക്കെ നിറഞ്ഞ ഡേ ആയിരിക്കും. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ മുന്നേ എങ്കിലും ഉറങ്ങിയാൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങാൻ പറ്റും. ചിലപ്പോൾ ചില ആളുകൾക്ക് 1, 2, 3 മണിക്കൂറൊക്കെ കിടക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു പ്രിക്കോഷൻ വെച്ച് നമ്മൾ 1 മണിക്കൂർ മുന്നെങ്കിലുമാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്. അത് മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ 10 മണിക്ക് ഉറങ്ങി 6 മണിക്ക് എണീക്കുന്ന ആ ഒരു 8 മണിക്കൂർ ഷെഡ്യൂള്, അല്ലെങ്കിൽ 9 മണിക്കൂർ ഷെഡ്യൂൾ ഉണ്ടെങ്കിലും അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ളൊരു മണിക്കൂറാണ് ഞാൻ ഈ പറഞ്ഞത്. സോ അങ്ങനെ കിടന്നാൽ ദാറ്റ് വിൽ ബി ബെറ്റർ. മനസ്സിലായോ? കാരണം നീറ്റിൻ്റെ ആ ഒരു തലേന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ഓരോ സമയത്തെയും റിയാക്ഷൻസ് ഓരോന്നിനും. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ ഉള്ളത് പറഞ്ഞാൽ തേർഡ് പോയിൻ്റാണ്. തേർഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം എക്സാമിൻ്റെ തലേന്ന്, അതായത് നീറ്റ് ഇപ്പം 2 to 5 ആണ് നടക്കുന്നതെങ്കിൽ തലേ ദിവസം 2 to 5 ആ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങാതിരിക്കുക മാക്സിമം. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ തലേന്നും അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ ദിവസമൊക്കെ ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റ് എഴുതുമ്പോൾ ഉറക്കം വരും. അപ്പോൾ ആ ഒരു ഉറക്കം വരാതിരിക്കാൻ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു ചെറിയൊരു ഇതുപോലെ നമ്മുടെ ബ്രെയിനിന് കൊടുക്കാതിരിക്കുക. അതായത് ഉറങ്ങും എന്നുള്ള ആ ഒരു ഫീലിംഗ് വന്ന് നമ്മൾ 2 to 5 ആകുമ്പോൾ ഉറങ്ങും നമ്മൾ നീറ്റുന്ന സമയത്ത്. അത് എക്സാം എഴുതല്ലേ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട, ചെറുതായി നമുക്കൊരു ഉറക്കം വന്ന് പോവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ തലേന്ന് ആ സമയത്ത് ഉറങ്ങാതിരിക്കുക. എന്ന് വെച്ചാൽ തലേന്ന് മാത്രമല്ല, അതിൻ്റെ 2-3 ദിവസം മുന്നേ തന്നെ ആ ഒരു ഉറക്കം എന്നുള്ള ആ ഒരു സംഭവം നിർത്തിവെക്കുക ആ ഒരു ടൈമിൽ. ഓക്കെ, പിന്നെ 4th പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് കുറച്ച് ദിവസം ആകുമ്പോഴേക്കും, അതായത് ലാസ്റ്റിലെ ഒരു 5-6 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഉറക്കത്തിൻ്റെ ആ ഒരു ഷെഡ്യൂൾ കറക്റ്റ് ആക്കുക. അതായത് ഞാൻ ഇത്ര മണി തൊട്ട് ഇത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത് എന്നുള്ള നമ്മുടെ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് ബ്രെയിനൊന്ന് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നീട് ആ നീറ്റിൻ്റെ ഡേയും നമുക്കത് നല്ല വൃത്തിക്ക് ഫോളോ ചെയ്ത് കിടക്കാൻ പറ്റും. അതായത് നമ്മളിപ്പം എന്നും 10 മണിക്ക് ഉറങ്ങുന്ന ഒരാൾക്ക് നീറ്റിൻ്റെ എക്സാമിൻ്റെ തലേന്നും ഒരു വിചാരിച്ചൊരു 10-10:30 ആകുമ്പോഴേക്കും ഉറങ്ങാം. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ആ ഒരു ഷെഡ്യൂൾ വെക്കാൻ നോക്കുക. അപ്പം നമുക്കത് നീറ്റ് എക്സാമിൻ്റെ തലേന്നും അത് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഉറക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഉറക്കം ഒരു രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ഉറക്ക് ഭയങ്കര ഇതിപ്പോൾ ഉറക്കിന് വേണ്ടിയുള്ളൊരു വീഡിയോ ഒന്ന് ആലോചിക്കുക, ഉറക്കത്തിനെ പറ്റി മാത്രം പറയാൻ. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഉറക്കത്തിനെ കോംപ്രമൈസ് ചെയ്യല്ലേ, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യല്ലേ. നമ്മൾ എന്തായാലും ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ട് തന്നെ നീറ്റ് എഴുതാൻ പോകണം. അപ്പം എല്ലാവരും നന്നായി നീറ്റ് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.